ഹലോ ഹായ് 2023 തീയറായി. ഈ 2023 ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് മോശ പടങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2023 അവസാനമായിട്ട് ഏതെങ്കിലും ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുന്നു എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു മുതൽക്കൂട്ടായിട്ട് വന്ന സിനിമയാണ് സലാർ എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും ഉറ്റുനോക്കിയിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സംവിധായകൻ പ്രശാന്ത് നീലാണ്. അതായത് KGF ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. അതേപോലെ ഇതിനകത്ത് പൃഥ്വിരാജ് കുമാരനുണ്ട്. പിന്നെ പ്രഭാസിൻ്റെ ഒരു കംബാക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ സലാർ എന്ന് പറയുന്നതിനേക്കാളും സലാഡ് എന്ന് പറയുന്നതാണ് നല്ലത്. അതായത് പ്രഭാസിന്റെ സലാഡ്, പൃഥ്വിരാജിന്റെ സലാഡ്, പ്രശാന്ത് നീലിന്റെ സലാഡ്. കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് പ്രീകളും തമ്മിൽ പണി വച്ചിരിക്കുന്ന ഒരു സാധനം എന്നടാ പണി വച്ചിരിക്കേ എന്നാണ് തോന്നി പോകുന്നത്. ഇതൊരു സിനിമയായിട്ട് ഇത് എന്ത് സിനിമയാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു സിനിമ ഒരുപാട് ആളുകൾ KGF സിനിമ പ്രതീക്ഷയാണ് പോയിട്ടുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയ്ക്ക് 0 എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിലെ രണ്ട് ട്രെയിലറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു സിനിമയിലെ ഈ രണ്ട് ട്രെയിലറും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മലയാളം ഡബ്ബിങ്, അതായത് ഡയലോഗ് ഡെലിവറി എനിക്ക് എന്തോ പോലെ തോന്നി ആ ഒരു ട്രെയിലറിൽ. അതുപോലെ തന്നെയാണ് നല്ലൊരു ഇഴച്ച് എനിക്ക് ട്രെയിലറിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ സിനിമയ്ക്ക് 0 എക്സ്പെക്ടേഷൻ ആണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട്, അതായത് KGF ലെവലൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് വർക്കൗട്ട് ആവത്തില്ല. ഇനി നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാലും ഈ സിനിമ വർക്കൗട്ട് ആവത്തില്ല. നിങ്ങളൊരു ഫൺ മൂഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ നന്നായിട്ട് വർക്കൗട്ട് ആവും. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു. അതായത് ഈ സിനിമ ഒരു 10 മിനിറ്റ്. പിന്നെ ഇതിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ KGF സിനിമയെ മറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ ഒരുപാട് വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു A സർട്ടിഫിക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇവർ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് പിടിയിട്ടിരുന്നില്ല. അപ്പം നിങ്ങളൊരു ഫൺ മൂഡിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് ഞാൻ ആദ്യമായിട്ട് ഒരു തിയേറ്ററിൽ പോയിട്ടുണ്ട് ഈ ഒരു സിനിമ. അതായത് കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും ഊക്കി തുടങ്ങി. ആ തിയേറ്ററിൽ ഇരിക്കുന്ന എൻ്റെ തൊട്ടടുത്തിരുന്നതും തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന ആൾക്കാരും എല്ലാം ഒരു സിനിമയും മൊത്തത്തിൽ, അതായത് തുടക്കം മുതൽ അവസാനം വരെ ഈ സിനിമ ഊക്കോട് ഊക്കായിരുന്നു. ഓരോ ഡയലോഗ് പറയുമ്പോഴും ഫുൾ ഊക്കായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഇത്രയും ഒരു ഊക്ക് ഈ തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും കൊണ്ട് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത് പ്രശാന്ത് നീലാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് യാതൊരുവിധ ടച്ചും ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല. അതായത് ഈ സിനിമ ഭയങ്കര ബിൽഡപ്പാണ്. ഫസ്റ്റ് ഹാഫ് ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ഈ സിനിമ ഭയങ്കര ലാഗാണ്, ഇഴച്ചാണ് പോകുന്നത്. എന്തിനു പറയുന്നു, ഇതിൻ്റെ സ്റ്റണ്ട് ആക്ഷൻ വരെ ലാഗടിച്ചാണ് ഈ സിനിമ പോകുന്നത്. നമുക്ക് പറയാൻ തോന്നും ഇവിടെ മതി, ബിൽഡപ്പ് കൊടുത്താൽ മതി, ഒന്ന് അടിക്ക് പ്രഭാസ എന്ന് പറയുന്ന രീതിയിലാണ് ഈ സിനിമ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ബിൽഡപ്പ് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ പേര് മാറ്റുക, അതായത് സലാറെന്ന് അല്ല, ഈ സിനിമയിലെ സലാർ പാർട്ട് 1 ബിൽഡപ്പ് എന്നാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതായത് അമ്മാതിരി ബിൽഡപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഫുൾ ബിൽഡപ്പ്. അപ്പം നമ്മളേക്ക് സെക്കൻഡ് ഹാഫിലാക്കി. ഇപ്പം സെക്കൻഡ് ഹാഫ് അതിനേക്കാളും ബിൽഡപ്പ്. എന്നിട്ട് നമ്മളെന്നെ മടുത്തു, ഒന്ന് അടിക്ക് പ്രഭാസേ എന്ന് പറയുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രഭാസിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രഭാസ്, അതായത് ഇപ്പം ഇറങ്ങിയിട്ടുള്ള റീസെൻ്റായിട്ട് സിനിമകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും പ്രഭാസിന് ഇതിനകത്ത് യാതൊരുവിധ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് പുള്ളിക്കാരൻ ഒരു ഒറ്റ നോട്ടം മാത്രമേ നോക്കുന്നുള്ളൂ. ആ നോട്ടത്തിലാണ് ഈ സിനിമ ഫുൾ എൻറ്റയർലി പോകുന്നത്. ഒരു എക്സ്പ്രഷനും വരാതെ വെറുതെ ഒരു ചത്ത മുഖം എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബാഹുബലി എന്ന സിനിമ ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ സംവിധായകൻ മോശമല്ല. ഇപ്പം എല്ലാ സംവിധായകരും പടം ഹിറ്റ് ആവണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും യാതൊരുവിധ ടച്ചും ഈ സിനിമയ്ക്കകത്ത് വെച്ചാൽ ഒരു സിനിമ ഈ KGF അങ്ങനെ ഇതൊന്നും നോക്കണ്ട, ഒരു സിനിമയായിട്ട് കൺസിഡർ ചെയ്താൽ പോലും ഈ സിനിമ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഇത്രയും വലിയ സംവിധായകനെ കൈ കിട്ടിയിട്ട് പോലും പ്രവാസിന് ഈ സിനിമയ്ക്കകത്ത് കാര്യമായി മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി കൽക്കി എന്ന സിനിമയുണ്ട്, ആ സിനിമയും എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നുമില്ല. പ്രവാസിന്റെ കാര്യത്തിൽ ഇനി ഈ സിനിമ പലർക്കും പല അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്തായാലും പ്രഭാസിൻ്റെ പെർഫോമൻസ് ഒന്നും ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ പൃഥ്വിരാജിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ കൈയടിച്ച ഒറ്റ സീൻ മാത്രമേ ഉള്ളൂ. ഈ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ കാണിച്ചപ്പോൾ കൈയടിച്ചു. അത് ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ് കൈയടിച്ചത്. ആ സീനിന് വലിയ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരു മലയാളി ആയതുകൊണ്ട് കൈയടിച്ചു. ആൻഡ് പൃഥ്വിരാജ് ഇവിടെ ചെയ്തിട്ടുള്ള മലയാളത്തിൽ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ളത്. പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാതൊരുവിധ മോശം പറയാനൊന്നുമില്ല. ഒരുപാട് അങ്ങ് ഇതാക്കിയിട്ടില്ല, എങ്കിലും കിട്ടിയ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ സിനിമ മോശമായതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുത്തെടുത്ത് പറയത്തില്ല. അത് 100% ശരിയാണ്.
CG വർക്ക്, ആർട്ട് വർക്ക് ഇതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് യാതൊരുവിധ തർക്കവും കാര്യങ്ങളും ഒന്നുമില്ല, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെയധികം മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ രംഗങ്ങൾ വരുമ്പോൾ പോലും നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ഒരു ഹൈ ലെവലിൽ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെയധികം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ലാഗ് അടിച്ചു. ഈ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എനിക്ക് നല്ല ലാഗായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിന്റെ മെയിൻ കാരണം ഇതിന്റെ സ്ക്രിപ്റ്റാണ്. അതായത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് സംഭവം നടക്കുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. എനിക്ക് ഇതുവരെ ഈ സിനിമ എന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കുറെ കോഴിക്കഥകളും കുറെ പട്ടം പറത്തണതും കുറെ യായാ വിളിയും ഇതൊക്കെ ഈ സിനിമയ്ക്കകത്തുള്ളു. പ്രശാന്ത് നീലാണോ എന്ന് അതാണ് പറഞ്ഞത്, പ്രശാന്ത് നീലാണോ ഈ സിനിമ എടുത്തതെന്ന് അത്ഭുതമായി പോയി. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഫൺ മൂഡിലാണ് ഈ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അത്യാവശ്യം കൗണ്ടർ അടിക്കാനും അങ്ങനെയുള്ള പരിപാടിക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അല്ലാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വർക്കൗട്ട് ആവുമെന്ന്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് എന്തായാലും വർക്കൗട്ട് ആയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ, അതായത് ഈ സിനിമയുടെ ഫസ്റ്റ് തുടക്കം മുതൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെയും യാതൊരുവിധ ഇമോഷണൽ കണക്റ്റിങ്ങും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ആ ഒരു 1000 വർഷങ്ങൾക്ക് മുന്നിലുള്ള കഥയായാലും സ്റ്റണ്ട് രംഗങ്ങളായാലും ഇതൊന്നും ഡിനോസർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ്റെ ഒരാളുണ്ടല്ലോ അതിനകത്ത്, പുള്ളിക്കാരനൊക്കെ ഈ കുട്ടുകുട്ടാന്നാണ് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും തോന്നുന്നില്ല. അതാ പറഞ്ഞത്, ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ യാതൊരു ഇമോഷണൽ കണക്റ്റിങ്ങും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ സിനിമ പലർക്കും അംഗീകരിക്കാൻ പറ്റാത്തത്. ഇമോഷണലി നമ്മൾ ലോക്ക് ആവണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമയ്ക്കകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ സിനിമ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഇമോഷണൽ കണക്ട് ആയിട്ടില്ല. പ്രശാന്തിന്റെ ഒരു ലോകമുണ്ട്, ആ ലോകത്തിലേക്ക് നമ്മളെ ഇറക്കി ചെല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിക്ക് പറ്റുമായിരുന്നു. മുന്നത്തെ സിനിമകളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് അത് പറ്റിയിട്ടില്ല. ആ ഒരു വേൾഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ, അതായത് പിന്നെ ശ്രുതിഹാസന്റെ ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നിയില്ല, അധികം വെറുപ്പിച്ചിട്ടുമില്ല. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമ 3 മണിക്കൂറൊന്നും വേണ്ട. കാരണം ഈ സിനിമ കട്ട് ചെയ്തിട്ട് ഒരു 2-2.5 മണിക്കൂർ വേണ്ട, ഒരു 2 മണിക്കൂറൊക്കെ മതി. അത് മാത്രമല്ല, ഈ സിനിമ സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് അത് ഈ സിനിമ ഫസ്റ്റ് അനൗൺസ്മെന്റ് സമയത്ത് ഉണ്ടല്ലോ. ഈ സെക്കൻഡ് പാർട്ട് പതുക്കെയൊക്കെ വന്നാൽ മതി, ഇത്ര പെപ്രോളം പിടിച്ചൊന്നും വരണ്ട. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ഈ സിനിമ സെക്കൻഡ് പാർട്ടൊന്നും വലിയ എറുപ്പ് വരത്തില്ല. ഇത്തുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിടലായിട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം സെക്കൻഡ് പാർട്ടൊക്കെ പതുക്കെ വന്നാൽ മതി. പിന്നെ ഈ 3 മണിക്കൂർ ഒന്ന് കട്ട് ചെയ്ത് 2 മണിക്കൂർ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും, എൻഗേജിങ് ആയിട്ട് സിനിമ പോകുമെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് എനിക്കിതൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി പരിപാടികളെന്ന് വെച്ചാൽ പിന്നെ ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാൻ യാതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ പോയി കണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേറെ അഭിപ്രായം, നിങ്ങൾ പോയി സിനിമ കണ്ട് എന്തായാലും വിലയിരുത്തുക. നിങ്ങൾ കണ്ട ആളാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റു വീട്ടിൽ. താങ്ക് യു.